തെന്നിന്ത്യൻ സിനിമയ്ക്കും മലയാള സിനിമയ്ക്കുമൊന്നും അത്ര നല്ല സമയമായിരുന്നില്ല ഈ വർഷം ഇതുവരെ. എന്നാൽ കഴിഞ്ഞ മാസം തിയേറ്ററിലെത്തിയ ആട് 3 മികച്ച നേട്ടം സ്വന്തമാക്കിയിരുന്നു. ഇപ്പോഴിതാ മലയാളത്തിൽ നിന്നുള്ള ഏറ്റവും പുതിയ റിലീസായ വാഴ രണ്ടാം ഭാഗവും ബോക്സ് ഓഫീസിൽ മികച്ച ഓപ്പണിംഗ് നേടി കുതിപ്പ് തുടരുകയാണ്. 2004-ൽ പുറത്തിറക്കിയ മികച്ച പ്രേക്ഷക അഭിപ്രായം നേടിയ ചിത്രത്തിന് രണ്ടാം ഭാഗം എന്നതിൽ തന്നെ പ്രീ റിലീസ് ഹൈപ്പ് ഉണ്ടായിരുന്നു നേരത്തെ വാഴ 2-ന്. ട്രെയിലർ എത്തിയതോടെ അത് വീണ്ടും കൂടി. പ്രധാനമായും യുവ പ്രേക്ഷകരെ ലക്ഷ്യമാക്കി എത്തിയ ചിത്രം മികച്ച അഡ്വാൻസ് ബുക്കിംഗും നേടിയിരുന്നു. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ആദ്യ ദിന കളക്ഷൻ പുറത്തു വന്നിരിക്കുകയാണ്. റിലീസിന് മുമ്പ് കേരളത്തിൽ നിന്ന് മാത്രം അഡ്വാൻസ് ബുക്കിംഗുകളിലൂടെ 1.5 കോടിയിലേറെ നേടിയിരുന്നു ചിത്രം. ട്രാക്കർമാർ പുറത്തുവിട്ട കണക്കനുസരിച്ച് ആദ്യ ദിനം ചിത്രം കേരളത്തിൽ നിന്ന് മാത്രം നേടിയത് 5.20 കോടിയാണ്. കേരളത്തിൽ ഈ വർഷം റിലീസ് ചെയ്ത ചിത്രങ്ങളിൽ ഏറ്റവും മികച്ച രണ്ടാമത്തെ ഓപ്പണിംഗാണിത്. ആട് 3 മാത്രമാണ് വാഴ 2-നും മുന്നിലുള്ളത്. 5.09 കോടിയായിരുന്നു ആട് 3യുടെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ. ചത്തപച്ച ലിസ്റ്റിൽ മൂന്നാം സ്ഥാനത്ത്. 3.70 കോടിയാണ് ചിത്രത്തിന്റെ കേരള ഓപ്പണിംഗ്. ബോളിവുഡ് ചിത്രം ദുരന്തരവും ലിസ്റ്റിലുണ്ട് എന്നതും കൗതുകകരമാണ്. 3.10 കോടിയാണ് ചിത്രത്തിന്റെ കേരള ഓപ്പണിംഗ്. റിലീസിന് തലേന്ന് നടന്ന പെയ്ഡ് പ്രീമിയർ കളക്ഷൻ കൂടി ചേർത്തുള്ളതാണിത്. വലതുവശത്തെ കള്ളനാണ് അഞ്ചാം സ്ഥാനത്ത്. 1.25 കോടിയാണ് കേരള ഓപ്പണിംഗ്. ഹാഷർ, അലൻ ബിൻ സിറാജ്, അജിൻ ജോസ്, വിനായക്, അമീൻ തുടങ്ങിയ ഒരു പറ്റം യുവതാരങ്ങൾക്കൊപ്പം സുധീഷ്, വിജയ് ബാബു, അജു വർഗീസ്, അരുൺ, അൽഫോൻസ് പുത്രൻ, വിനോദ് കോടാമംഗലം തുടങ്ങിയവരും അഭിനയിക്കുന്ന ചിത്രം കോമഡി ഡ്രാമ ഫോർമുലയിലൂടെയാണ് കഥ പറയുന്നതെങ്കിലും ഹ്യൂമറിൽ തുടങ്ങി ഇമോഷണൽ ഡ്രാമയിലൂടെ കടന്നുപോകുന്ന അവസാനിക്കുന്നു.